സമൂഹം നേരിടുന്ന ശക്തമായ ഒരു വിഷയത്തിലേക്ക് വരുന്ന ഒരു പടമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന മയക്കുമരുന്നിനെതിരെ ഇന്ന് യുവതലമുറയും ഇന്ന് ഒരു നാടും വീടും എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ഇത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പ്രയത്നം, വളരെ ചെറിയ ആർട്ടിസ്റ്റ് കാര്യം കൊണ്ട് ചെയ്തു തീർക്കുന്ന പടം. ഇതിൻ്റെ സസ്പെൻസ് അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സാണ്. ഈ ചിത്രം ഇന്നത്തെ യുവതലമുറ ഏറ്റെടുക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അവരുടെ ഭാഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഡയറക്ഷൻ നല്ലതാണ്. നല്ല സിനിമയായിരുന്നു. അതിനകത്തൊരു പിച്ചക്കാരായിട്ട് അഭിനയിച്ചെങ്കിലും ഒരു ആർട്ടിസ്റ്റ് പുള്ളിയാണ് ഈ കഥ കൊണ്ടുപോയിരിക്കുന്നത്. ആ പുള്ളിയുടെ ആ മുടിയെല്ലാം ഒറിജിനലാണ്, ഒന്നും വെപ്പില്ല. അങ്ങനെ വളരെ നന്നായിട്ട് അഭിനയിച്ചു. അങ്ങനെയാണ് ഈ പടം തന്നെ ആ കഥാപാത്രം നമുക്ക് ആ എന്താണ് സംഭവിക്കുന്നതെല്ലാം തെളിഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഒരു സംവിധായകനെ ബിഗ് സല്യൂട്ട്. ക്യാമറ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്ത് നടക്കുന്നതിന് ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. ഒരു യുവാക്കളുടെ വീട്ടിൽ നിന്ന് മാറാം, ഓരോ സ്ഥലത്ത് നടക്കുന്നതാണ്. നല്ലൊരു സിനിമയാണ്. തെളിവ് സഹിതം അതിനുള്ളിൽ കാണിക്കുന്നത്. നല്ലൊരു ഡയറക്ടറും നിർമ്മാതാവുമാണ് നല്ലൊരു സിനിമയാണ്. അടിപൊളി, എല്ലാവരും കാണേണ്ട സിനിമയാണ്. ശരിക്കും എൻജോയ് വാച്ചിങ്. അത് ഭയങ്കര പിടിച്ചിരുന്ന മൂവി കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇനി ആരാണ് എന്താണെന്നുള്ളൊരു ഭയങ്കര ഒരു സസ്പെൻസ്. ലാസ്റ്റ് ക്ലൈമാക്സ് ആണെങ്കിൽ പൊളിച്ചു കളഞ്ഞു. അടിപൊളി. ഇഷാന്ത് ശർമ്മ സാറ്, രാജേഷ് ശർമ്മ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ്, പുതിയ ആർട്ടിസ്റ്റ് അടക്കം നല്ല പെർഫോമൻസ്. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു ദ ഡയറക്ടർ. ഓക്കെ, അതുപോലെ തന്നെ മേജർ രവി, എല്ലാവരും നല്ല പെർഫോമൻസ്. യാബു സലീം എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. വർത്ത് വാച്ചിങ്. ഓക്കെ, പടം നല്ല സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. കണ്ടിരിക്കാം. ഒരു 1.5 മണിക്കൂർ പോയത് എങ്ങനെ തന്നെ നമുക്ക് വളരെ ഒരു ഇതാണ്. ഏതായാലും നല്ലൊരു സസ്പെൻസ് അവസാനം വരയ്ക്കും. അത് കീപ്പ് ചെയ്യാൻ സാധിച്ചു ഡയറക്ടർക്ക്. ഷക്കീർ മണ്ണാർമല എന്തായാലും വിജയിച്ചിരിക്കുന്നു. പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് പടം അതെന്തായാലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഒരു നല്ല തിരക്കഥ, അതിലുപരി അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ പുതുമുഖങ്ങളാണെങ്കിൽ പോലും വളരെ നന്നായി പെർഫോം ചെയ്തെന്നുള്ളതാണ്. കണ്ടിരിക്കാം. ഓക്കെ, നല്ലൊരു ക്രൈം ത്രില്ലർ ഫിലിം, അടിപൊളി സംവിധാനം, പ്രത്യേകിച്ച് ശർമ്മയുടെ ആക്ടിങ് സൂപ്പർ. നല്ല സംവിധാനം, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഫിലിം. ഏറ്റവും നല്ല ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിമാണ്, സൂപ്പറാണ്. എനിക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു കഥ. ലാസ്റ്റാണ് അതിൻ്റെ ട്വിസ്റ്റ് കഴിഞ്ഞത്. ലാസ്റ്റ് കണ്ടിരിക്കുമ്പോൾ ആരാണ് എന്താണെന്ന് പോലും മനസ്സിലാവില്ലായിരുന്നു. അതിൻ്റെ ലാസ്റ്റത്തെ സീൻ അതാണ് ഏറ്റവും നല്ല ട്വിസ്റ്റ് ആയത്. സൂപ്പർ. ഒരു രക്ഷയില്ല, അടിപൊളി പടം. അതായത് ഇപ്പോഴത്തെ തലമുറ ശരിക്കും കണ്ടിരിക്കേണ്ട പടമാണ്. ഇപ്പോഴത്തെ കഥയിലും മേക്കിങ്ങായാലും രക്ഷയില്ല, അടിപൊളി നൈസാണ്. എന്തായാലും എല്ലാവരും കാണാം. എൻ്റെ അഭിപ്രായം അടിപൊളിയാണ്. നല്ലൊരു മെസ്സേജ് കേട്ടോ. കരീനെ കൊടുക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് അടിപൊളി ഒരു മെസ്സേജ് തന്നുണ്ട്. ഈ മുടിയൊക്കെ വളർത്തി തെലുഗു സൈഡ് കാണാവുന്നതാണോ? അടിപൊളി സംഭവം. നല്ല പടം, നല്ല പടം. ഇഷ്ടമായി കാണാൻ. ഒറിജിനൽ മുടിയാണ്. വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ സസ്പെൻസ് ഒക്കെ ഉണ്ട് പടത്തില്ലേ? അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള നല്ലൊരു പടം, എല്ലാവരും കാണേണ്ട പടമാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പടം. അതുപോലെ എന്നെപ്പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രതീക്ഷയാണ് ഫൈസലിക്കയുടെ മേക്ക് ഓവർ. ഫൈസലിക്ക അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്, വൈബ്രറാണ്, വ്യത്യസ്തമായ ഒരു മേക്കിങ്ങാണ്. പുതിയ സംവിധായകൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഷക്കീർ മണ്ണാർമല. അതുപോലെ തന്നെ പുതിയ ആർട്ടിസ്റ്റുകളായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈസൽക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് മേജർ രവി, ഇഷാന്ത് സാഗർ, അബു സലീം അവരൊക്കെ വേഷങ്ങളെല്ലാവരും
അവരുടെ വേഷങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയാൻ സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നല്ല കണ്ടിരിക്കാൻ തുടരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു ചിത്രം വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു വലിയ ചിത്രം എന്ന് തന്നെ പറയാം. നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു കഥ, ഒരുപാട് പുതുമുഖങ്ങളുടെ ഒരു നല്ല അഭിനയ മുഹൂർത്തങ്ങൾ. ഫൈസൽ എറുക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും സാബു കണ്ണമാലി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ മേജർ രവി സാറ്, അതേപോലെ തന്നെ നിഷാന്ത് സാഗർ, രാജേഷ് ശർമ്മ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. പേരറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, അവരുടെ മത്സരിച്ചുള്ള അഭിനയം, ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിരിക്കുന്നു. ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ 2025 അരങ്ങേറിയ ഒരു ചിത്രം കൂടിയാണ് തെളിവ് സഹിതം എന്ന ഈ ഒരു ചിത്രം. എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കാർന്നു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് തെളിവ് സഹിതം. ഇതൊരു അടിപൊളി ഫിലിമാണ്. അതായത് ഈ ജനറേഷനിലെ പിള്ളേർ ഡ്രഗ്സിനോട് അടിമപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം അതിനെതിരെയുള്ള ഒരു അടിപൊളി ഫിലിമാണ്. ലാസ്റ്റ് ആയപ്പോൾ ഒരു അടിപൊളി സസ്പെൻസാണ്. അതെനിക്ക് നല്ലോണം ഇഷ്ടം. മയക്കുമരുന്ന് കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനിഷ്ടങ്ങളും സംഭവങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് തെളിവ് സഹിതം. നല്ലൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്നിരുന്ന് ഈ പടം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു സിനിമയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമയാണ്. എല്ലാവർക്കും ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സിനിമ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു നല്ല മൂവിയാണ്. എല്ലാവരും കാണും. അത് വന്ന് കാണണം. ദീർഘദിനം വന്ന് കാണണം. എല്ലാവരുടെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എങ്ങനെയുണ്ട് തെളിവ് സഹിതം? നല്ല മൂവിയാണ്. അടിപൊളി മൂവിയാണ്. നല്ല മൂവിയാണ്. സ്റ്റോറിയാണ്.